ലൈഫ് പദ്ധതിയിലെ താളം തെറ്റലുകൾ തുടരുന്നു. നിർമ്മാണം ആരംഭിച്ച ഭവന സമുച്ചയങ്ങളിൽ പണി പൂർത്തിയായവ വേർമാറണം. 10 ഭവന സമുച്ചയ പദ്ധതികൾ സർക്കാർ ഉപേക്ഷിക്കുകയും ചെയ്തു. വിവരാവകാശ രേഖകൾ ജനം ടിവിക്ക്. 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിതർക്കും ഭവനരഹിതർക്കും പാർപ്പിടങ്ങൾ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് 2016 ലൈഫ് മിഷൻ ആരംഭിച്ചത്. കോഴയും അഴിമതി ആരോപണങ്ങളും എല്ലാം നിറംകെടുത്തിയ പദ്ധതിയോട് സംസ്ഥാന സർക്കാരും വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ലെന്നാണ് വിവരാവകാശ രേഖകൾ തെളിയിക്കുന്നത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളായി ആരംഭിച്ച ഭവന സമുച്ചയങ്ങൾ പലതും പാതി വഴിയിൽ. 38 ഭവന സമുച്ചയങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിടത്ത് പൂർത്തീകരിക്കാനായത് വെറും 6 എണ്ണം മാത്രമെന്നും വിവരാവകാശ രേഖകൾ പറയുന്നു. വിവിധ കാരണങ്ങളാൽ റദ്ദായിപ്പോയത് 10ഓളം പദ്ധതികൾ. 22 ഭവന സമുച്ചയങ്ങളുടെ ജോലികൾ ഇഴഞ്ഞു നീങ്ങുകയാണെന്നും വിവരാവകാശ രേഖകളിൽ വ്യക്തം. 8 ജില്ലകളിൽ നിർമ്മാണം പൂർത്തിയായ ഭവന സമുച്ചയങ്ങൾ മുഖേന 926 ഗുണഭോക്താക്കൾക്ക് താമസ സൗകര്യം ലഭ്യമാക്കി. പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഒരാൾക്ക് പോലും ഫ്ളാറ്റുകൾ ലഭിച്ചില്ലെന്നതും വിവരാവകാശ രേഖകളിൽ വ്യക്തമാണ്. 400 പേർക്ക് ഫ്ളാറ്റുകൾ നൽകിയ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും അധികം ഗുണഭോക്താക്കൾ ഉള്ളത്. 246 ഗുണഭോക്താക്കളുള്ള ഇടുക്കി ജില്ലയും 101 ഗുണഭോക്താക്കളുള്ള എറണാകുളം ജില്ലയുമാണ് 2-3 സ്ഥാനങ്ങളിൽ. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.